എന്തായാലും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. അവർ 2026 ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സീറ്റുകൾ ചർച്ചകൾ. അതിൽ ചില വാർത്തകൾ വരുന്ന സന്ദീപ് വാര്യറിന്റെ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിൽ വന്നത് കൊണ്ട് തന്നെ പല നിർണായക ഒരു ചുമതല കൊടുക്കേണ്ടതും ഒരു നിർണായക പദവിയിൽ എത്തിക്കേണ്ടതും കോൺഗ്രസിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ, അതോടൊപ്പം തന്നെ തവന്നൂർ, ഈ പാലക്കാട്ടിലെ ചില മണ്ഡലങ്ങൾ, അങ്ങനെ പല മണ്ഡലങ്ങളിലും അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും സാധ്യത എവിടെയാണ്? അദ്ദേഹത്തിന് ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചതിയൻ ചന്തുവായി കഴിഞ്ഞു അദ്ദേഹം. ചതിയന്മാരെ അധികം സ്വീകരിക്കാറില്ല കേരളത്തിലെ വോട്ടർമാർ. ചതിയൻ ചന്തു BJPയുടെ വക്തായിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നത് കൺവിൻസിങ് ആയിരുന്നു. അതിലൊരു യുക്തിഭദ്രതയുണ്ട്. അദ്ദേഹം പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ട് പറയുമ്പോൾ കായംകുളം വാള് പോലെ. അങ്ങനെ മനുഷ്യന് മാറാൻ കഴിയും? ഒരു വ്യക്തിത്വം വേണ്ടേ? പറയുന്ന കാര്യത്തിന് ഒരർത്ഥം വേണ്ടേ? അതൊന്നുമില്ലാതെ മലക്കം മറിഞ്ഞിട്ട് പാണക്കാട്ട് പോയി തൊഴുത് കുറിയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മലക്കം മറിച്ചില്ല. അത് ആയാറാം ഗയാറാംമാരും അല്ലെന്നതിനേക്കാൾ മറിഞ്ഞു സ്വന്തം വ്യക്തിത്വം. അതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഒരു കാര്യവും ഇല്ലെന്ന്. ട്രംപ് ഇതുപോലെ മിടുക്കനല്ല. അതുപോലെ ട്രംപിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയുന്ന ഒരാളായിട്ട് സ്വയം അധിപതിച്ചു സന്ദീപ് വാര്യർ. അത് കാര്യം എന്താ? ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? ഈ പ്രത്യയശാസ്ത്രത്തിൽ പെട്ടെന്നൊരു വിശ്വാസക്കുറവ് അദ്ദേഹത്തിന് വന്നാണോ? അല്ല, അദ്ദേഹത്തെ അച്ഛൻ മരിച്ചപ്പോഴോ അമ്മ മരിച്ചപ്പോഴോ ഒന്നും BJPക്കാർ അങ്ങോട്ട് വന്നില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും ഞാൻ BJP നേതാക്കൾ വന്നു വന്ന് നാട്ടുകാരോടെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ BJPയിലെ സന്തത സഹചാരിത്വം. എന്ത് മണ്ടത്തരം, എന്ത് യുക്തിയില്ലായ്മയാണ് വട്ട് പിടിച്ചതുപോലെ അദ്ദേഹം പറയുന്നത്. അതുവരെ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്ന സന്ദീപ് വാര്യർ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ചന്തു വാര്യറായിട്ട് മാറി. ചന്തു, ചതിയൻ ചന്തുവാണ്. ചതിയൻ ചന്തു പടക്കളത്തിൽ വെച്ചിട്ട് ആ പടച്ചതിയിലൂടെ വാളിൻ്റെ പിടി ഉറപ്പിക്കാത്ത വാൾ അരിങ്ങാവുടരെ കൊണ്ട് നിർമ്മിച്ചു കൊടുത്ത ചതിയൻ ചന്തു മലബാറിലെ ജനങ്ങൾ സഹിക്കുകയില്ല. ഈ ചതിയൻ ചന്തുമാരെ വടക്കൻ പാട്ടുകൾ സഹിച്ചിട്ടില്ല. മലബാറിൻ്റെ ഒരു കശ്മീരിയത്തെന്ന് പറയുന്ന പോലെ ഒരു സംസ്കാരമുണ്ട്, സത്യസന്ധത മലബാറിലെ ജനങ്ങൾക്ക്. ആ സത്യസന്ധതയുടെ ശുദ്ധി തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യനാണ് സന്ദീപ് വാര്യർ. സഹിക്കാൻ പറ്റുകയല്ല ഈ ചതിയൻ സന്ദീപ് വാര്യരെ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവിടെ എവിടെ മത്സരിച്ചാലും, സ്വന്തം തട്ടകത്തിൽ മത്സരിച്ചാലും തോൽപ്പിക്കും എന്നുള്ള ഉറപ്പാണ്. അല്ല, തൃശ്ശൂരിൽ അവർ നോട്ടമിടുന്നത് BJPക്കെതിരായി മത്സരിക്കാനാണ്. കാരണം മുൻ BJPക്കാരനെ തന്നെ തൃശ്ശൂരിലെത്തിച്ച്, ഇപ്പോൾ BJP ആണല്ലോ അവിടുത്തെ MP. ഇനി നിയമസഭയിൽ ആ മണ്ഡലം പിടിച്ചെടുക്കുക. ഇപ്പോൾ CPIയുടെ കയ്യിലാണ്. അപ്പോൾ സന്ദീപ് വാര്യനെ എത്തിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുക. കുറേ പേര് അങ്ങനെ കണ്ണൂരിൽ പോയിട്ടുണ്ടല്ലോ BJPയിൽ നിന്ന് വിട്ട്. CPMൽ എന്ത് കുന്തം നേടി അവരെ. അതുപോലെ PP മുകുന്ദൻ വേറൊരു പാർട്ടിയിലേക്ക് പോയില്ലെങ്കിൽ കുറച്ച് നാൾ വിട്ടു നിന്ന് എന്ത് കുന്തം നേടി. അങ്ങനെ വിട്ടുപോയ ചതിയന്മാർ, മുകുന്ദേട്ടൻ ഒരിക്കലും ഒരു ചതിയനല്ല. അദ്ദേഹം വിമർശിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശിക്കുക, ഇപ്പോഴും വിമർശിക്കുന്നുണ്ടല്ലോ. ആ വിമർശനം വേണം, എങ്കിലേ പാർട്ടി നന്നാവും. അല്ല, വിമർശിക്കുന്നവരെല്ലാം നമ്മുടെ സൽപ്പേരിനെ കളങ്കം ചാർത്തി എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഹാരിസ് എന്ന് പറയുന്ന ആ ഡോക്ടർ നടത്തിയ ഒരു വെളിപാട് കൊണ്ടാണ് പലരുടെയും ജീവൻ രക്ഷിച്ചത്. ഇനിയും പലരുടെയും ജീവൻ രക്ഷിക്കപ്പെടാൻ പോകുന്നത്, വേദനകളില്ലാതാവുന്നത്. അതാണ് ആ വിമർശനങ്ങൾക്കൊക്കെ ഒരു വില നമ്മൾ കൊടുക്കണം. പക്ഷേ ഇതങ്ങനെയല്ല. മാറി അപ്പുറത്ത് ചെന്ന് BJPയെ ചീത്ത വിളിക്കുക, കൂറുമാറിയിട്ട്. ഇവരെയാണ് കുലകുത്തികളെന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ആ പേരാണ് ഇദ്ദേഹത്തിന് ചേരുന്നത്. ഞാനത് പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും പഴയ മൂർച്ചയൊന്നും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇദ്ദേഹം ഒരു പുകഞ്ഞ കൊള്ളിയാണ്. പുകഞ്ഞ കൊള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരിക്കട്ടയായിരിക്കുകയാണ്. ഒരു കനലുമില്ലാത്ത ഒരു കരിക്കട്ട. ഇപ്പം ശ്രീജിത്ത് നോക്കൂ, നമ്മൾ ഞാനൊരു നിഷ്പക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എന്തെങ്കിലും കൗതുകമുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ കഴിഞ്ഞു. BJPയിൽ ഇരുന്നപ്പോൾ അത്ര പുഷ്പമല്ല. നമുക്കങ്ങനെ അദ്ദേഹത്തെ എഴുതി തള്ളാൻ കഴിയുമോ? മുസ്ലിം ലീഗിന്റെ വലിയ പിന്തുണയാണ് സന്ദീപ് വാര്യന് ലഭിക്കുന്നത്. അത് കിട്ടുന്നത് കോൺഗ്രസിലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അതിൻ്റെ ബലത്തിലാണല്ലോ അവർ നിൽക്കുന്നത്. ആ പൊയ്ക്കാലിലേറിയാണല്ലോ കോൺഗ്രസ് ഇത്രയും പൊക്കമുണ്ടെന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ വട്ടപൂജ്യമാണ് കോൺഗ്രസ് കേരളത്തിൽ. മുസ്ലിം ലീഗ് ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതെപ്പോഴും ഉണ്ട്. അത് കോൺഗ്രസിൻ്റെ മൊത്തം വോട്ടിൻ്റെ ഭാഗമാണല്ലോ. UDFിൻ്റെ മൊത്തം വോട്ടിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ കൂടുതലായിട്ടൊന്നും കൂടാൻ പോകുന്നില്ലല്ലോ. പാണക്കാട് തങ്ങൾമാരെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പാണക്കാട്ടേക്ക് തീർത്ഥയാത്ര നടക്കി അവിടെ കുറിയും തൊട്ട് ചന്ദനവും തൊട്ട് അദ്ദേഹം ഇങ്ങനെ UDFിലേക്ക് പ്രവേശിക്കുന്നത്, ഗ്രഹപ്രവേശം നടത്തിയത്.
അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് കൂടുതലായിട്ട് വോട്ടൊന്നും വരില്ല, ഒരു മാജിക്കും ഇല്ല. BJP വിട്ടുകഴിഞ്ഞാൽ കാറ്റുപോയ ബലൂൺ പോലെയുള്ളൂ സന്ദീപ് വാര്യർ. കാറ്റുപോയ ബലൂൺ പോലെ. ഈ പാർട്ടി വിട്ട് പോയവർ, ഇതാ MV രാഘവൻ്റെ കാര്യം എന്തായി? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് പോയത്. PV അൻവറിൻ്റെ കാര്യം എന്തായി? 18,000 വോട്ട് വേണ്ടി. ശരിയാണ്, ജയിക്കാൻ പറ്റിയോ? ജയിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അത്രയും സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നെങ്കിൽ. ഇനിയിപ്പം അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ പോലെ കാറ്റുപോയ ബലൂണാണ്, നൂല് പൊട്ടിയ പട്ടമാണ്, ആകാശത്തിൻ്റെ അപാരതയിൽ ഇങ്ങനെ പറന്നു നടക്കാം. എല്ലാ രാഷ്ട്രീയ ഇങ്ങനെയുള്ള കൂറുമാറ്റങ്ങളും അതിലേ അവസാനിക്കുകയുള്ളൂ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അമിതമായ പ്രാധാന്യമൊന്നും പറയാം കേരള രാഷ്ട്രീയത്തിൽ അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല. തന്നെയല്ല, കേരള രാഷ്ട്രീയം ഒരിക്കലും ഈ കൂറുമാറ്റങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വടക്കേ ഇന്ത്യയിലുണ്ടാവും. കാരണം എന്താ? രാഷ്ട്രീയം കൊണ്ടല്ല, വ്യക്തിപ്രഭാവം കൊണ്ടാണ്. പപ്പു യാദവ് ഏത് പാർട്ടിയിൽ പോയാലും അവിടെ മണ്ഡലത്തിൽ ജയിക്കും. അതുപോലെ സഞ്ജയ് സിംഗ് അങ്ങനെയായിരുന്നു, ഏത് മണ്ഡലത്തിൽ നിന്നാലും അദ്ദേഹം ജയിക്കും. വ്യക്തിപ്രഭാവം. കൊലപാതകങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അതിനൊരു സ്കോപ്പില്ല എന്നതുകൊണ്ട് തൃശ്ശൂരിൽ UDFൻ്റെ മറ്റേതൊരു സ്ഥാനാർത്ഥി ഏത് കുറ്റിച്ചീലിനേക്കാളും നിർത്തിയാൽ ഉണ്ടാകുന്ന ഫലത്തേക്കാൾ വലിയ റിസൾട്ടൊന്നും ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നില്ല. അത്ര വലിയൊരു നേതാവൊന്നും ആയിരുന്നല്ലോ, ഒരു വക്താവ്, നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൂടുതൽ പ്രാധാന്യം. നോക്കൂ, അതിനേക്കാൾ വൃത്തിയായിട്ട് സംസാരിക്കുന്ന ആയിരുന്നല്ലോ MV നികേഷ് കുമാർ, തോറ്റു തൊപ്പിയിട്ടില്ലേ? അതുകൊണ്ട് ആ കാര്യങ്ങളില്ല. പറയൂ, ചോദ്യം ചോദിച്ചു. മറ്റൊരു സീറ്റ് തവന്നൂരാണ്, അത് മുസ്ലിം ലീഗിന് വലിയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പോലും വിജയിക്കില്ലെന്നാണ് സാർ പറയുന്നത്. ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഇപ്പോൾ പുതുതായിട്ട് വോട്ട് വരുന്നില്ലല്ലോ. മുസ്ലിം ലീഗ് നേരത്തെ ഉള്ള വോട്ട് അവിടെ വെച്ചല്ലേ KT ജലീൽ ജയിക്കുകയല്ലേ ചെയ്തത്? ആണല്ലോ. ഫിറോസിനെ തോൽപ്പിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇനിയും പിന്നെ ഇദ്ദേഹം വന്ന എന്ത് മാന്ത്രിക പ്രഭാവമാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു ചുക്കും സംഭവിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് കോ തന്നെ സംഭവിക്കും. പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഏറിയ എന്ന് പറയുന്നത് സ്കോപ്പുള്ളത്. ഇപ്പോൾ ഭരണവരുത്ത വികാരമെന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് പ്രശ്നത്തിൽ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോട് കൂടി വളരെ തീക്ഷ്ണമായിട്ടുള്ള, അതാണ് പിണറായി വിജയൻ ഹാരിസ് ചിറക്കലിനെ കുറ്റം പറഞ്ഞത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നോക്കിയൊന്നും അല്ല ഈ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വേദന കൊണ്ടാണ്. അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന രോഗി ഒരു പാവപ്പെട്ട കുട്ടിയാണ്. അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊന്നും പോകാനുള്ള പണമില്ലാത്ത കുട്ടി. അഗ്രികൾച്ചർ കോളേജ്, പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന മെറിറ്റുള്ള മിടുക്കനായ കുട്ടി. ഇതിൻ്റെ യൂറോളജി വിഭാഗമാണല്ലോ. അവിടെ ഈ കല്ല്, സ്റ്റോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാൾക്ക് വന്നാലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ സ്റ്റോണും കൊണ്ട് അവൻ ഇങ്ങനെ വരികയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാറും. 40,000 രൂപയുടെ ഒരു ഉപകരണം മാത്രം മതി. ആ ഉപകരണം അവിടെ ഇല്ല, എനിക്ക് സഹിച്ചില്ല. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള കാശ് വരെ എടുത്തിട്ട് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ച ഡോക്ടറാണ്. ഗവൺമെൻറ് കൊടുക്കാത്തപ്പോൾ ഗവൺമെൻറ് അടയിരുന്നു ഫയലുകൾക്ക് മേൽ, അപേക്ഷകൾക്ക് മേൽ. അപ്പോഴാണ് ഇയാൾ പറഞ്ഞു പോയത്, പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചങ്കുപൊട്ടി എന്ന്. ആ ഒരു സംഭവം കേരളത്തിൻ്റെ മനസാക്ഷി ഒന്ന് ഉറച്ചിട്ടുണ്ട്. അതിന് ആദ്യം വീണ ജോർജ് പറഞ്ഞ മറുപടി, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന അദ്ദേഹത്തെ ഒരു കുലദ്രോഹിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള മറുപടി, ഇതൊക്കെ കേരളീയ മനസ്സുകളെ വളരെയധികം മാറ്റിയിട്ടുണ്ട്. ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറായിട്ട് അതും കൂടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അതിൻ്റെ കെയർ ഓഫിൽ, അതായത് ഹാരിസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ കെയർ ഓഫിൽ എങ്ങാനും 10 വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ, കാരണം മലബാറിലെ ആ മുസ്ലിങ്ങളെന്ന് പറയുന്നത് വളരെയധികം മനുഷ്യത്വമുള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുന്ന നല്ല മനുഷ്യരാണ്. രാഷ്ട്രീയം മാത്രമേ തെറ്റിയിട്ടുള്ളൂ, മനസ്സിന് തെറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ കുറച്ചുകൂടി ഉഷാറാവും. ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ പോലും മുസ്ലിങ്ങളെ വോട്ട് ചെയ്താൽ അതിൻ്റെ കെയർ ഓഫ് ജയിച്ചു. അല്ലാതെ ഇപ്പോൾ UDFിലേക്ക് BJPക്കാരൻ വന്നുകൊണ്ട് കൂടുതലായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. തന്നെയല്ല, ഒരിക്കൽ ചതിച്ച ആളിനെ വിശ്വസിക്കരുതെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ ചതിച്ച ആളാണ് ഇദ്ദേഹം. ചതിച്ച ആളിനെ അവരുടെ മനസ്സൊരിക്കലും അംഗീകരിക്കുകയില്ല. അതാണ് അവിടുത്തെ ഫാക്ടേഴ്സായിട്ട് വരാൻ പോകുന്നത്. ചതിയനാണ്, ചതിയനെ വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. ഇത് UDF തന്നെ അയാളെ വിശ്വസിച്ച് തിരിച്ച് BJPയിലേക്ക് ഏത് നിമിഷം പോവുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ്, അതിന് മടിയുണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.